സെയിൽസ്മാൻമാർ ഇങ്ങനെയാന്നല്ല പറയണേ, നല്ല രീതിയിൽ സത്യം പറഞ്ഞ് വിൽക്കുന്ന സെയിൽസ്മാൻമാരും ഉണ്ട്. പക്ഷെ അവർക്ക് ഇങ്ങനെ ചവിട്ടി പറയുമ്പോൾ ഈ സത്യം പറഞ്ഞിട്ടുള്ള സെയിൽസ്മാനെ ആള് വിശ്വസിക്കില്ല. അവനിത് 5 പറഞ്ഞു, പക്ഷെ അവൻ കൊടുക്കാനുള്ള വിലയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. വേറെ സ്ഥലത്ത് ചെല്ലുമ്പോൾ അതിനെ വില കുറച്ച് പറഞ്ഞ് ആ കസ്റ്റമർ അവിടെ പിടിച്ചു നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ 5000 പറഞ്ഞ സെയിം സാധനം ചിലപ്പോൾ ഇവനൊരു 4500 5ന്റെ അടുത്ത് വില വരുമ്പോൾ അവനത് 2000 2500 പറയുമ്പോൾ കസ്റ്റമറെ വിശ്വസിക്കുകയാണ്. പിന്നെ അവൻ പറയുന്നത് ആ ഷോപ്പിൽ പറയുന്നത് കേട്ട് വില കൂടിയത് എടുത്തുകൊണ്ട് പോകും. ആരും ആ കുറഞ്ഞ ഐറ്റംസിൽ അങ്ങനെ വില തപ്പി നടക്കും. ഇപ്പൊ ഈ സെയിൽസ്മാൻമാരും പറഞ്ഞിട്ട് കാര്യമില്ല. രാവിലെ തന്നെ പഞ്ചായത്തിൽ നിന്ന് കണക്കെടുക്കുന്ന പോലെ ചില കസ്റ്റമർ ബുക്കും പേപ്പറുമായിട്ട് ഇങ്ങനെ വന്നിട്ട് മൊത്തം എഴുതിയെടുക്കും, മൊത്തം കൊട്ടേഷൻ കാട്ടി പറയും. അപ്പൊ കിട്ടാത്ത വില അതേപോലെ കറങ്ങി തിരിച്ച് വരട്ടെ വെച്ചിട്ട് 2-3 പ്രൊഡക്റ്റ് വില ചവിട്ടി പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ ഈ സോഫ ഡിപ്പോതേക്കിന്റെ കോർണർ, ഇപ്പൊ ഇതിനെ നമ്മൾ പ്രൈസ് 49,900 കൊടുക്കുന്ന പ്രൈസ് വെച്ചാൽ വീഡിയോയില് നമ്മൾ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നേരിട്ട് വരുമ്പോൾ കസ്റ്റമർ വില എഴുതി തരാൻ പറഞ്ഞാൽ ചില സ്ഥലത്ത് നിന്ന് ഇത് ഒരു 8,000 7,000 പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത വിലയാണെങ്കിൽ എനിക്കിതിപ്പോ വേണം പറയാം. ഇതിപ്പോ കിട്ടാനില്ല, അത് പോയതാണ്, ആദ്യത്തെ കുറച്ച് പേർക്ക് ഉള്ളു പറഞ്ഞാൽ ആ സംഭവം ഒരിക്കലും എവിടെയും കിട്ടാൻ പോലില്ല. മാനത്തെ വില എന്ന് പറയും. അപ്പൊ 4-10 കട കയറി ഇറങ്ങി ആ കടയിൽ ഇത്രയും കുറവ് പറഞ്ഞല്ലോ വെച്ചിട്ട് അവിടെ തന്നെ വരും. അതിന്റെ ഒരു എക്സാമ്പിളാണ് 3-4 പ്രൊഡക്റ്റ് എവിടെയും കിട്ടാത്ത പ്രൈസ് ഇട്ടിട്ട് ആളുകളെ വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ യൂട്യൂബിൽ കുറെ യൂട്യൂബേഴ്സൊക്കെ നമ്മൾ ഓഫർ ഇടുന്ന് കാണാം. എന്നിട്ട് ഭയങ്കര സെറ്റപ്പ് ആയിരിക്കും ഷോപ്പ്. നമ്മൾ പോയതല്ല എന്തെങ്കിലും എടുക്കേണ്ട വെച്ചിട്ട് അതല്ല എന്നുണ്ടെങ്കിൽ വേറെ ഐറ്റങ്ങൾ എടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ വരുത്താൻ വേണ്ടിയിട്ട് കസ്റ്റമറുടെ ഇപ്പോ കിട്ടാത്ത ഒരു എക്സാമ്പിൾ ഇപ്പൊ പറയാണ്. ഇപ്പൊ ഈ ടീപ്പോയ് വെറും 200 രൂപ എന്നൊക്കെ പറഞ്ഞ പരസ്യങ്ങൾ കാണാം. അപ്പൊ നമ്മൾ അതായിട്ട് ചെല്ലുമ്പോൾ ആദ്യത്തെ 5 പേർക്ക് 2 പേർക്ക് പറഞ്ഞു അത് ഒരിക്കലും കിട്ടണം എന്നില്ല. അത് പരസ്യത്തിന്റെ ഇത് സെയിൽസ്മാന്റെ ഐഡിയ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോർമലി വിൽക്കുന്നത് 7,000 ആണെങ്കിൽ നമ്മൾ പറയും 2,500 പറയും. അപ്പൊ എടുക്കുന്നില്ല, കണ്ട തിരിച്ച് കസ്റ്റമർ കറങ്ങി തിരിച്ചു വരുമ്പോൾ ഇത് പോയി പറയും. ഇനി ഇതിന്റെ ക്വാളിറ്റി കൂടിയതുണ്ട്, അതുണ്ട് ഇതുണ്ട് പറഞ്ഞിട്ട് വില കൂട്ടിയത് പിടിപ്പിക്കും. അങ്ങനെ കുറച്ച് പറഞ്ഞ് കൂട്ടിയത് പിടിപ്പിക്കാനാണ് സെയിൽസ്മാൻ വില പറഞ്ഞ് പറ്റിക്കുന്ന രീതി പറഞ്ഞ്. എല്ലാ ഷോപ്പിലും എല്ലാ സ്ഥലത്തും ഇങ്ങനെ നടക്കണ്ടെന്നല്ല പറഞ്ഞ്, ഇത് മാർക്കറ്റിൽ നോർമലി നടക്കുന്നതാണ്. നമ്മളിപ്പോ ഫീൽഡിൽ സെയിൽസിൽ നിന്നിരുന്ന കാരണം കുറെ കണ്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇതേപോലെ തന്നെയാണ് എക്സ്ചേഞ്ച് ഓഫർ കാര്യങ്ങളൊക്കെ. അപ്പോൾ സെയിൽസ്മാന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവരാണ് തീരുമാനിക്കുന്നത് നമുക്ക് ഏത് എടുപ്പിക്കാന്ന്. നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ച പ്രൊഡക്റ്റിന് വില കുറച്ച് പറഞ്ഞ് അവരുടെ പ്രൊഡക്റ്റ് പഴയ സ്റ്റോക്കോ അല്ലെങ്കിൽ വില അവർക്ക് മാർജിൻ കിട്ടുന്ന ഐറ്റത്തിലേക്ക് പിടിപ്പിക്കും. അതാണ് ഒരു സെയിൽസ്മാന്റെ പവറും മാർക്കറ്റിംഗ് രീതിയും. അപ്പോൾ കസ്റ്റമർ അവിടെ ചെന്നിട്ട് ഒരു മോഡൽ ഉണ്ടോ ചോദിക്കുമ്പോൾ, ഇപ്പൊ TV ആയിക്കോട്ടെ, ഫ്രിഡ്ജ് ആയിക്കോട്ടെ, ഫർണിച്ചർ ആയിക്കോട്ടെ, ഇന്ന മോഡൽ ഉണ്ടോ ചോദിക്കുമ്പോൾ ഇത് അന്വേഷിച്ചിട്ടുണ്ട്